എൻ്റെ അമ്മോ, എൻ്റെ അമ്മോ, എൻ്റെ അമ്മോ, ഞാനിത് ഇത്ര വലുതെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ ഇതൊരു ഒരു മാനിന്റെ പോലത്തെ ഒരു രൂപമാണ് കേട്ടോ. അപ്പൊ മാൻ ഇവിടെ ഇത് വെള്ളമായിട്ടാണ് കാണിക്കുന്നത്. बहुत अच्छा है केरला का खाना और वहाँ के आदमी लोग जो बाहर के लोग जो ये इसको क्या बोलता है? हाँ, पैड़ा जाके रतरानी का पेड़ उठाए, खाद पकड़ के लाए के मुँह के ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 2ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ നേപ്പാളിലേക്ക് എൻട്രി ചെയ്ത് ഇവിടെ ഒരു ഹോം സ്റ്റേ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ 2 കുട്ടികളെ കണ്ടു. ആ കുട്ടികൾ പറഞ്ഞനുസരിച്ച് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ, ഇവിടെ താരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിലെ പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ. ഭയങ്കര സൈലൻസ് ആണ്, അത്രയും സൈലൻസ് ആണ്. ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേ അതാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് നീങ്ങി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇത്രയും ഒച്ച എടുത്താൽ പോലും ഇങ്ങനെ ആൾക്കാർ അപ്പുറത്തിപ്പുറത്തും വീട്ടിൽ നിന്നൊക്കെ നോക്കുന്ന പോലെ അത്രയും സൈലൻസ് ആണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്താണോ ഒട്ടും തിരക്കില്ല, ഒട്ടും വണ്ടികളില്ല, ഭയങ്കര സമാധാനം, കിളികളുടെ ഒച്ച. പിന്നെ എന്താ പറയുക, ആൾക്കാർ അത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല കേട്ടോ. അതിപ്പോൾ നേപ്പാളിൽ കയറുമ്പോൾ ഞാനിങ്ങനെ എല്ലാം പ്രതീക്ഷിച്ചത്, ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആൾക്കാർ അധികം മിണ്ടുന്നില്ല. ഭാഷ അറിയാത്തതുകൊണ്ടാണോ അതോ നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ടാണോ എന്താണോ അതോ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്നറിയില്ല. പക്ഷേ ആൾക്കാർ അത്രയും ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇന്നിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ അടുത്ത് ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ഒരു വലിയ തൂക്കുപാലം. അത് നേപ്പാളിലെ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ പോകണം. പിന്നെയും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ലെന്ന്. അതൊക്കെ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു 10 Pin Stories. ഈ ഹോം സ്റ്റേ ഇരിക്കുന്നതിൻ്റെ കുറച്ച് ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ശുക്ല ഫാണ്ട നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു നാഷണൽ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു ശുക്ല ഫാണ്ട നാഷണൽ പാർക്കിൻ്റെ വഴി പോയാൽ മതി, ഇഷ്ടംപോലെ ഹോം സ്റ്റേസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ താരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരുടെ കുറേ ഹോം സ്റ്റേസ് ഉണ്ട്. ഒരു സ്കൂട്ടർ, കുറേ നേരം ഒരു സ്കൂട്ടർ കണ്ടിട്ട്. അപ്പോൾ താരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരുടെ കുറേ ഹോം സ്റ്റേസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഹോം സ്റ്റേ ആണ്. നല്ല രസമല്ലേ? അതിങ്ങനെ ഒരു മണ്ണിൻ്റെ ഒരു കളർ കൊണ്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇതാണ് അതിൻ്റെ ആൾക്കാർ താമസിക്കുന്നത്, അവിടെയാണ്. എനിക്ക് അത് അവരുടെ കിച്ചണാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തും ഇതുപോലെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഈ വീടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ പൂക്കളാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ഞാൻ ഇതുവരെ കാണാത്ത തരം. ശരിക്കും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൂക്കളാണെന്നൊക്കെ തോന്നുന്നു കേട്ടോ. ഈ മഞ്ഞയൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഒറിജിനൽ പൂവാന്നേ തോന്നില്ല. അപ്പോൾ അത്രയും രസമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിറച്ചും പൂക്കളാണ്, പല പല കളറിലുള്ള പൂക്കളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ റൂമിന് ഞാനിവിടെ വന്ന് ജസ്റ്റ് റേറ്റ് ചെയ്ത് വെച്ചപ്പോൾ 600 നേപ്പാളി റുപ്പിയാണ് കേട്ടോ പറഞ്ഞത്. 600 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 300-400 രൂപയുടെ അടുത്ത് വരുള്ളൂ. അത്യാവശ്യം നീറ്റാണ്. ഇന്നലെ കിടന്ന റൂമിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നീറ്റാണ്. ബാത്റൂമും അതെ, അത്യാവശ്യം നല്ലൊരു വലിയ ബാത്റൂമാണ്, ക്ലീനാണ്. കുറച്ചൊരു ഇരുണ്ടിട്ടാണ്, അത് മാത്രമേ ഉള്ളൂ. അതിവിടെ മറ്റേ ഗ്ലാസ്സൊക്കെ മറ്റേ ടിൻഡഡ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത്. ഈ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട്. ഞാൻ 2-3 ആൾക്കാരുടെ അടുത്തൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ ആൾക്കാർ ഒട്ടും ഇൻട്രാക്ട് ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് നടന്നു നോക്കാം. होम स्टे में कितने लोग? मैं अकेले हूँ. हाँ, इंडिया से हूँ. हाँ, इंडिया किस जगह? केरला. हाँ, सुना है? हाँ, केरला सुना है. हमारे यहाँ के भी वहाँ काम करने जाते हैं. अच्छा, ओके.
ഒരു വില്ലേജായിട്ട് തോന്നി. എനിക്കങ്ങനെ തോന്നി കേട്ടോ. എല്ലാം കൊണ്ടും മിക്ക ആൾക്കാരും അഗ്രികൾച്ചറിലേക്കാണ്. ഇഷ്ടംപോലെ ഗോതമ്പ് പാടങ്ങളുണ്ട്, പിന്നെ ഉള്ളി, സബോള, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ ഈ നട്ടേക്കുന്നൊക്കെ സബോളയോ ഉള്ളിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇവിടുത്തെ ഈ തൊഴുത്തിലിവിടെ ഈ ചേട്ടനാണ് സംസാരിച്ച് നമ്മുടെ അടുത്ത്. പിന്നെ തക്കാളി, വേറെ ഉരുളക്കിഴങ്ങ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര റോവാണ്. പിന്നെ സ്ത്രീകൾ പുല്ല് വെട്ടിക്കൊണ്ടുവരിക, പശുവിനെ കുളിപ്പിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണും. അപ്പോൾ ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഏകദേശം 5:23 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്ന ഒരു കാര്യം, നേപ്പാൾ 15 മിനിറ്റ് നമ്മളെയൊക്കെ മുമ്പിലാണ്, ഇന്ത്യയൊക്കെ മുമ്പിലാണ് 15 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ 5 മണിയാണെങ്കിൽ ഇവിടെ 5:15. അപ്പോൾ സൺസെറ്റിന് മുമ്പ് നമുക്ക് പോയിട്ട് ഇവിടെ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, വലിയ തൂക്കുപാലം കേട്ടോ. അപ്പോൾ ദോഗ്ര ചന്ദിനി എന്നാണ് ആ ബ്രിഡ്ജിൻ്റെ പേര്. ഞാൻ ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് പോകുമ്പോൾ പറയാം കേട്ടോ. പക്ഷേ ഭയങ്കര വലിയൊരു ബ്രിഡ്ജാണ്. വണ്ടി എടുത്തിട്ട് ബ്രിഡ്ജ് കാണാൻ പോകും. भाई ये गांव का नाम क्या है? गाँव का नाम, हाँ, गाँव का नाम नया कटान। नया कटान। अच्छा, ओके, ठीक है, थैंक यू. കയറാൻ പറ്റിയില്ല, ചമ്മിപ്പോയി. വാ, ഞാൻ വന്നപ്പോൾ എന്നെ അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. തലയെ കുഴിഞ്ഞു കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്ത് രസമുള്ളൊരു സ്ഥലമാണെന്നറിയോ അത്. ഭയങ്കര രസമാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്നാമത് അവർ എന്നെ കാണുമ്പോൾ ഒരു വല്ലാത്ത രീതിയിലാണ് നോക്കണത്. പിന്നെ ഭയങ്കര ഒരു ഏർത്തി ഫീലിംഗ് ഉണ്ട് കേട്ടോ അവിടെ. എന്തായാലും നമ്മുടെ ഹോം സ്റ്റേന്ന് ഈ പറഞ്ഞ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് 5.8 കിലോമീറ്റേഴ്സാണ്. 16 മിനിറ്റാണ് ഇറങ്ങുമ്പോൾ കാണിച്ചത്. അപ്പോൾ ദോധാര ചന്ദാനി ബ്രിഡ്ജ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ 2 വില്ലേജ്, ദോധാരയും ചന്ദാനിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാലം. വഴിതെറ്റി അപ്പുറത്ത് കൂടെ പോകാനാണ് പറഞ്ഞത്. എല്ലാ വീട്ടിലും കണ്ടോ നിറച്ച് എരുമ, ആട്, വൈക്കോല്, കൃഷി, ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ 2 വില്ലേജിനെ കണക്ട് ചെയ്യുന്നൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. മഹാകാളി ബ്രിഡ്ജ് എന്നും എന്നെ പറയൂ കേട്ടോ. തെറ്റിയ വഴി, മാപ്പ് കാണിക്കണം, നേരെ പോകാമെന്നാണ്. യെസ്, അവിടെ ഒരു വഴിയുണ്ട്. ഇത് എൻ്റെ മുകളിൽ വൈക്കോല് കൂട്ടി വെച്ചാൽ വീടിൻ്റെ മൊത്തം കൃഷിയാണ്, മൊത്തം. ആഹാ, റോഡ് കുറച്ച് മോശമായിട്ടുണ്ടല്ല, റോഡില്ല. അങ്ങനെ ഉരുളങ്കല്ലാണ്, പുഴയിലത്തെ ഉരുളങ്കല്ലൊക്കെ എടുത്തിട്ടിട്ട് റോഡാക്കിയേക്കാണ്. അവിടെ ആ സൈഡിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കണം. നോക്കിയേ, സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പിള്ളേരിന്ന് ക്രിക്കറ്റ് കളിയാണ് കേട്ടോ. वैसा यही से रास्ता है, पुल के उधर तक रास्ता है? हाँ, रास्ता है. ठीक. പറയണത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണല്ലോ. അവർക്ക് ഹിന്ദി മൊത്തം അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്താന്ന് തോന്നുന്നു. ഒന്നില്ലെങ്കിൽ എൻ്റെ ഹിന്ദിയുടെ കുഴപ്പം, അല്ലെങ്കിൽ അവർക്ക് ഹിന്ദി അറിയില്ല എന്ന് തോന്നുന്നു. ഇത് ഗൂഗിൾ എന്തോ വഴി തിരിച്ചു വിടുന്ന കേട്ടോ, അല്ലാതെ ഇതൊന്നും അല്ല ശരിക്കുള്ള വഴിയും തോന്നുന്നുണ്ട്. ഈശോ, ഏതോ പാലം പുതിയ പാലത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി നിർത്തും. എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വഴി പോകുന്നുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യിക്കാനാണ് ഉദ്ദേശം. നമ്മൾ ഏകദേശം ബ്രിഡ്ജിന്റെ സൈഡിലെത്തി. മഹാകാളി ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന. എൻ്റെ അമ്മോ, ഞാനിത് ഇത്രയും വലുതെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ വേറെ ടൂറിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ സംഭവം കാണാൻ. ഇത് ശരിക്കും കാണേണ്ട സംഭവം കേട്ടോ. ഞാൻ ഇത്രയും വലിയ തൂക്കുപാലം എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല.
इसमें बाइक चलता है भाई? चलता है? ये नहीं अच्छा अच्छा, हाँ हाँ, बिल्कुल जा सकते हैं। अच्छा, जैसे आप गए, हाँ हाँ, आगे से कोई गाड़ी आए तो हाँ। ये जो पॉइंट है ना, हाँ। बीच में हाँ, ऐसे साइड लगाने का जगह है। अच्छा आप जाके वहाँ पे 2 गांव है बस। अच्छा। घूम के आए। ये कौन सा जगह है? ये हाँ, ये महीनगर का 2 धारा और चांदनी ये सामने है। 2 धारा हाँ 2 धारा चांदनी, ये 2 चांदनी, इस पार, हाँ। अच्छा अच्छा, उससे उधर इंडिया है, हाँ हाँ, इधर भी इंडिया है। हाँ हाँ, अब ये समझ बॉर्डर ही है ये। अच्छा, बीच में 2 गांव है बस नेपाल के। ओके। ये कितना दूर है ये? बस ये पुल कटते ही आगे। आप पुल का दूर कितना है? लंबा है बहुत 1 यार। किलोमीटर से ज्यादा रहेगा ना? हाँ होगा। आप इधर से इंटरव्यू किधर से हुई? मैं बनवासा से। हाँ। हाँ। तो कितने दिन का करा है वो? 25 दिन का। 25 दिन का। साउथ इंडिया बहुत अच्छा लगा। हाँ, केरला तो फिर भी बहुत अच्छा, थैंक यू जी। बहुत अच्छा है केरला का खाना और वहाँ के आदमी लोग जो बाहर के लोग जो जाते हैं ना, उनके साथ जो करने वाला जो रिस्पेक्ट है जो है ना, थैंक यू जी, बहुत अच्छा, थैंक यू, बहुत रिस्पेक्ट करता मैं तो वहाँ के लोग को। थैंक यू जी। खाना भी देखिए, इडली डोसा। ये पुल बना कति हो दाजु? बडा भइसक्यो कम्प्लिट भइसक्यो। हाय, हाय। चेक कर दे। आपको मिलके खुश हुआ, थैंक यू सो मच। ओके, थैंक यू। 1.5 കിലോമീറ്റർ ആണ് കേട്ടോ ഈ പാലത്തിൻ്റെ നീളം. ഇത് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മഹാകാളി നദിയിലാണ് നിൽക്കുന്നത്, പക്ഷേ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നടക്കാം. ഇതിൽ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ രണ്ട് കപ്പിൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറമാന്മാരുണ്ട്. ഇതിൻ്റെ മുകളിൽ ബൈക്കും കയറ്റാം കേട്ടോ. ഞാൻ നെറ്റിൽ വായിച്ചത് നടക്കാൻ പറ്റുന്ന പാലാന്നാണ്, പക്ഷേ ബൈക്കുകളൊക്കെ പോകുന്നുണ്ട്. അതിങ്ങനെ റാ 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 പോലെയാണ്. അങ്ങനെ എത്ര എണ്ണമെന്നറിയോ? 1 2 3 4 5 6 1 2 3 4 5 5 ഉണ്ട്, അല്ല 6 ഉണ്ട് ഇതും കൂടി കൂട്ടിയിട്ട്. ആ കലക്സിംഗ് എന്ന് പറയുന്ന ആൾ അടിപൊളിയല്ലേ. ആൾക്ക് നമ്മുടെ നാട്ടിലെ പല നോർത്ത് ഇന്ത്യൻസിനെ അറിയണേക്കാൾ കൂടുതൽ കേരളത്തിനെ കുറിച്ച് അറിയാം കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പതുക്കെ പാലത്തിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് കയറാം. അപ്പോൾ നേപ്പാളിലെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് നമ്മളിതേ കയറുകയാണ് കേട്ടോ. നോ പ്രോബ്ലം, താങ്ക് യു. അവിടുന്ന് വണ്ടി ഓടിച്ച് ഇവിടെ എത്താറായപ്പോഴത്തേക്കും നല്ല തണുപ്പായിട്ടോ. ശരിക്കും തണുത്ത് വിറങ്ങലിച്ചിട്ടാണ് വണ്ടി ഓടിച്ച് വന്നത്. ജാക്കറ്റൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എത്താറായപ്പോഴത്തേക്ക് ഇരുട്ടുമായി, നല്ല ഇരുട്ടായി. ഒരു 7 മണിയൊക്കെ ആയി. ഞാൻ അവിടെ നിന്ന് പോകുന്നത് 6:15 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ 7 മണി ഇവിടെ എത്തിയപ്പോൾ ഇരുട്ടായി. ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആണുങ്ങളൊക്കെ വീടിൻ്റെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ ഡിന്നർ കഴിക്കുകയാണ്. കൂടെ ഒരു സൈഡിലൊരു ഫോണും പിടിച്ച് എല്ലാവരുടെയും ഓരോരോ ഫോൺ വെച്ച് എല്ലാവരും ഫോണിൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ എന്തോ കളിയാണ്, രോഹിത് ശർമ്മ എന്നൊക്കെ പറഞ്ഞു കേൾക്കാണ്ട്. ഞാൻ ക്രിക്കറ്റ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല ആരുടെ കളിയാണ്, ഏത് രാജ്യമായിട്ടാണോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡിലെ വീട്ടിലൊക്കെ ആൾക്കാർ തീയൊക്കെ കാഞ്ഞ് അങ്ങനെ വൈകുന്നേരത്തൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നു, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, കളി കാണുന്നു, അങ്ങനെ. അപ്പോൾ ഇവർ 2 നേരം അത്ര ഒരു ദിവസം ഭക്ഷണം കഴിക്കുള്ളൂ. രാവിലെ ഒരു 9 മണി ആ നേരത്തും, പിന്നെ വൈകുന്നേരം 6-7 മണി ആ നേരത്തും കഴിക്കുള്ളൂ. അല്ലാത്ത സമയത്ത് അവർ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്കൊന്നും വരില്ല. അപ്പോൾ ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കില്ല അത്ര. സ്ത്രീകളും കഴിക്കില്ല, പുരുഷന്മാരും കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഭക്ഷണമായോ എന്ന് ചോദിച്ചു. ആയി എന്ന് പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റിൽ അങ്ങോട്ട് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. हाथ धोगे ना? हाँ हाथ धो गया मैं. हाँ. इसका नाम क्या है? ग्रेसी. ग्रेसी. सेट सेट.
कितना सब बैठ बैठ आपने खाया? हम तो खाई लिया। क्या आप दोनों हैं? कितने लोग हैं यहाँ पे? 3। 2 लड़का है, 2 बहू है हाँ और एक ससुरा एक पति। अच्छा। രാത്രി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട് കേട്ടോ. 9:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും തണുപ്പൊക്കെ പോയി ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റാണ്, ചെറിയൊരു ചൂടും. അവിടെ ആൻറ്റി നിലമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിലൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഉണങ്ങാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ എനിക്ക് ഒരു ചായ ഉണ്ടാക്കി തന്നു. പിന്നെ ഭക്ഷണം ഒരു 2 നേരം അത്ര കഴിക്കുള്ളൂ, രാവിലെയും പിന്നെ വൈകുന്നേരവും, അങ്ങനെ 2 നേരം കഴിക്കുള്ളൂ. അപ്പോൾ 2 നേരം ചോറാണ് ഉണ്ടത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചോറും ദാലും ഒരു സബ്ജിയൊക്കെയാണ് തന്നത്. അപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ആ ഒരു ഭാഗത്തായിട്ട് അമൻ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട് കേട്ടോ. ഇന്നലെ ഇവിടെ പരിചയപ്പെട്ടാണ്. അപ്പോൾ അമൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 9:30 ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ ഈ റാണ താരു എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർ, അതിൽ സ്ത്രീകൾ മാത്രം ഇപ്പോൾ ഒരു 60-70 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ പണ്ട് കാലത്ത് അവർ കയ്യിലും കാലിലും ഒക്കെ ടാറ്റു ചെയ്യുമായിരുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഡിസൈൻസോ ഒന്നല്ല. അതായത് ഇവരുടെ ഈ റാണ താരു എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരുടേതായ ഒരു സ്റ്റൈലിലുള്ള ഒരു ടാറ്റു. അപ്പോൾ അത് ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. അത് ഇപ്പോൾ ആൾക്കാർ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആൾക്കാർ ചെയ്യുന്ന പോലെ ടാറ്റൂസ് ചെയ്യുന്നവരേ ഉള്ളൂ. അപ്പോൾ അതും സ്ത്രീകൾ മാത്രമാണ് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അമ്മൂമ്മമാർ ഈ ചുറ്റുവട്ടത്തുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഭാഗത്തുള്ള വീടുകളിലൊക്കെ റാണ താരു എന്ന് പറഞ്ഞെങ്കിൽ താരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ താരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ പ്ലെയിൻസ്, നേപ്പാളിൻ്റെ സദേൺ ഏരിയയിലത്തെ പ്ലെയിൻ നിരപ്പായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ താരു കമ്മ്യൂണിറ്റി ഷെഡ്യൂൾഡ് ട്രൈബായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പയ്യൻ വരണ വരെ വെയിറ്റ് ചെയ്യാം. ആ പയ്യനെയും കൂട്ടിയിട്ട് ഈ ഭാഗത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് അമ്മൂമ്മമാരുടെയൊക്കെ കയ്യിൽ ടാറ്റൂസ് കാണാം. കാലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അമ്മൻ ദേവർ അമ്മൂമ്മയും കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. अच्छा अच्छा, ये क्या होता है? ये इसमें क्या लिखा है? का लिखी का जे सदा वृक्ष को रूखा है, जे चिड़ैया है बैठी जा एक जा जे लागू ना कमती लगाई। ये अच्छे से नहीं लगा बोल रही है। लेकिन वो कुछ लिखा है या लिखा नहीं, ये चित्र है। चित्र चित्र किसका चित्र है? ये भगवान का है ऐसा? भगवान का नहीं, ये जैसे रूख का कुछ का भी, हाँ पेड़ का रूख, हाँ अच्छा अच्छा पेड़ का, और ये तो ये वाला चिड़िया का। ये इसको क्या बोलता है? पैड़ा हाँ पैड़ा पैड़ा पेड़ा पेड़ा। ये चांदी है? नहीं नहीं। आंसू हाँ आंसू कासू। अच्छा ठीक है हो गया। अभी किसको मिलने के लिए जा रहा है? एक और दादी से आपका दादी अच्छा अच्छा. അപ്പോൾ ഇവിടെ ശുക്ല ഫാട്ട നാഷണൽ പാർക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതേ ആ കാണുന്നതൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ സൈഡിലാണ് ഇവരുടെ കൃഷി. അപ്പോൾ ഈ അമൻ്റെ ഗ്രാൻഡ് മദർ അവിടെ കൃഷി സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇത്ര ഈ കുരങ്ങന്മാർ വരും ഇതൊക്കെ ഭക്ഷണമൊക്കെ നശിപ്പിക്കാനല്ല കഴിക്കാൻ. അപ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മദർ ദാദി അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദാദിയുടെ കയ്യിൽ ടാറ്റൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഉസ്കെ ഹാത്ത് പേ ഹേ യാ पैर पे है? पेड़ के साथ अच्छा ये आप लोग राणा थारू है ना? ये चौधरी थारू अलग है? राणा थारू अलग होता है, चौधरी थारू अलग होता ये यहाँ पर है चौधरी थारू लोग? अच्छा ये पूरा थारू कम्युनिटी है? है। मिक्स है इधर। മിക്സ്. ഇപ്പോൾ താറു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരാണ് ഇവിടെ മൊത്തം. അതിൽ ഠാക്കൂറുണ്ട്, ചൗധരി ഉണ്ട്, പിന്നെ റാണയുണ്ട്. അതൊക്കെയാണ് പറയുന്നത്.
क्या आता है? हाथी आता है, बंदर, बाघ. हाँ, बाघ भी आता है यहाँ पे. ഈശോ, പുലി അല്ല കടുവ ഇറങ്ങുന്നു. नमस्ते. हाँ, मैं इंडिया से आ रहा हूँ. तो ये टैटू के बारे में सुना था, राणा लोगों के. अच्छा. और कहाँ कहाँ दादी? അവരുടെ കയ്യിൽ നല്ല നല്ല രസമുണ്ട് കേട്ടോ ടാറ്റു. വെയിലടിച്ചിട്ട് കാണാനില്ല. ये क्या लिखा है दादी? कहाँ लिखी है? कागलहर. कागलहर मतलब क्या है? मग मतलब ये कोई स्टोरी है या? ये कोड वर्ड है बोल रहे हैं. अच्छा. हमको भी नहीं पता है. पता. लिखने वाले ने लिख दिया है. हाँ. तो ये कितने साल हो गया अभी? जाता बहुत साल. मेरे बिहार ना भौर है. मैं छोटू. अच्छा. छोटू है. हाँ. मेरी शादी नहीं हुई थी. मैं अच्छा. बच्चा ही था. हाँ. उससे गुदाम हुआ. अच्छा. और ये नीडल है ना? नीडल कैसे करता था पहले? लीलो कारो है बता दिए. का स्याही कारी स्याही तेल में घंघोए के तेल में सुई ले गज 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 सुई ले करी गज गज. सुई से बोल रहे हैं. नहीं वो इंक के बारे में बता रहा था. एक काला और तेल, काला और नीला इंक हाँ. तेल पे मिक्स करके और सुई से गोद रहे थे. अच्छा. ऐसे लिखलाई ऐसे लिखलाई तो सुई से गज 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 सुई से तो ठीक इतने उसाएगा हो रहा है सूज गया. ये वो तो गोद के सूज गया था बोल रहे हैं. सूजन हो गया था हाथ पे गुदवाने के बाद. हाँ. जा 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 यहाँ पर भी है. जा है जानवर. हाँ जानवर. जा കുഞ്ഞാ है. ഇവിടെ ഒരു മാനിന്റെ പോലത്തെ ഒരു രൂപമാണ് കേട്ടോ. അപ്പോൾ മാൻ ഇവിടെ ഇത് വെള്ളമായിട്ടാണ് കാണിക്കണേ. അപ്പോൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു മാൻ അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണിച്ചേക്കണേ. और सिर्फ एक ही हाथ पे है? एक हाथ पे. पैर पे है? पैर पे. टांग में है और टांग पैर पे नहीं. अच्छा. अब यहाँ क्या कर रहा है? लखवारी बंदर. बंदर आएगा लगे हूँ सब खाना. तो क्या करेगा? बंदर आएगा तो पत्थर मारेगा. പത്തർ ഈ അവിടെ കല്ലൊക്കെ കൊണ്ടുവന്നുണ്ട് കേട്ടോ കുരങ്ങൻ വരുമ്പോൾ ഓടിക്കാൻ. ആ അവിടെ മറ്റേതുണ്ട്, ചവണയുണ്ട്. അപ്പോൾ ചവണ വെച്ചിട്ട് കുരങ്ങനെ ഓടിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താല്ലേ अब कितने साल के हो? कितने साल बोला था? मेरे को मालूम नहीं बोल रहा. अच्छा. मेरे को पहले भत्ता मिला था. हाँ. अभी भत्ता मिला नहीं है. वैसे भत्ती मालूम नहीं है बोल रहे. ले लो दादी बैठिए चलें फिर हम. हाँ ठीक है. അവരുടെ കല്യാണത്തിനൊക്കെ കുറേ നാൾ മുമ്പ് അവർ ചെയ്തതാണെന്ന് കേട്ടോ പറയണത്. എത്ര കൊല്ലാന്നൊന്നും അവർക്ക് ഓർമ്മയില്ല. അവർക്ക് എത്ര വയസ്സായെന്നും അവർക്കറിയില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്തൊരു എന്താ ട്രെൻഡോ ഫാഷനൊക്കെ പോലെയില്ലേ, അതുപോലെ ചെയ്തതെന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അല്ലാതെ അതിന് സ്പെഷ്യൽ റീസൺ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഓൺലൈൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഇവർ കോഡ് വേർഡാന്ന് പറയുന്നൊക്കെ ഇല്ലേ, അപ്പോൾ അത് കുറേയൊക്കെ രാമായണത്തിലെ കഥകളാണ്. അപ്പം ശരിക്ക് ഇത് ഒരു ഫുൾ ഹാൻഡൊക്കെ ചെയ്യും. വലത്തെ ഭാഗം ഇടത്തെ ഭാഗമൊക്കെ ചെയ്യുന്നത് തോന്നുന്നു. അപ്പോൾ അതിൽ തന്നെ ഇടത്തെ ഭാഗത്ത് രാമൻ്റെ കാര്യങ്ങളും വലത്തെ ഭാഗത്ത് സീതയുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ചൗധരി എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, ചൗധരി താരു എന്ന് പറഞ്ഞ ആൾക്കാർ, അവരാണ് കാലിൽ ചെയ്യുക. ഈ റാണ താരു എന്ന് പറഞ്ഞ ആൾക്കാർ കയ്യിൽ ചെയ്യും. നമ്മൾ അടുത്ത് പോകുന്നുണ്ടല്ലോ, 103 വയസ്സായിട്ടുള്ള ഒരു റാണ താരൂരിൽ പെട്ടൊരു കമ്മ്യൂണിറ്റിയിൽ പെട്ടൊരു അമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞത് അമ്മ മുമ്പിൽ നടക്കണം. അപ്പം പറയാണ് ഇവിടെ എല്ലാവരും കൃഷിയാത്ര ചെയ്യണേ, എല്ലാവരും കൃഷിയാണ് ചെയ്യണേ. പിന്നെ ഈ പയ്യൻ എന്തോ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തോ കാര്യമാണ് പഠിക്കണേ കോളേജിൽ കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് അവധിയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല, നേപ്പാളിൽ എല്ലായിടത്തും സൺഡേ വർക്കിംഗ് ഡേ ആണത്രേ. സാറ്റർഡേ മാത്രമാണ് അവർക്ക് ഹോളിഡേ ഉള്ളൂ. അപ്പോൾ സ്കൂളായാലും കോളേജായാലും ഓഫീസുകളായാലും സൺഡേസ് വർക്കിംഗ് ഡേ ആണ്. നമ്മുടെ നാട്ടിലെ മൺഡേ പോലെയാണ് അവർക്ക് സാറ്റർഡേസ് ആണ് അവർക്ക് ഓഫ്. അപ്പോൾ ഇന്നലെ ഞാൻ വരുന്ന വഴിക്കൊക്കെ ശ്രദ്ധിച്ചു കുറേ സ്ഥലത്ത് ഷട്ടറൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ എന്തായാലും ദാദി കാ ഘർ കാ പറ ये वाला. अच्छा. അപ്പോൾ അവർ നടന്നുകൊണ്ട് 103 വയസ്സായിട്ട്, പക്ഷേ വടിയൊക്കെ കുത്തിപ്പിടിച്ച് പതുക്കെ നടന്നുകൊണ്ട് അവർ ഈ റാണ താരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഈ ടാറ്റു കൂടാതെ വേറൊരു കാര്യമുള്ളത്, അതിൽ ചില ആൾക്കാർക്ക് ഈ വൈദ്യം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഈ
വല്ല ആടവൈദ്യമോ അങ്ങനത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ഓൺലൈൻ വായിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇങ്ങനെ തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി കിട്ടിയ അല്ലെങ്കിൽ പറഞ്ഞ് കിട്ടിയ വൈദ്യ അങ്ങനത്തെ അറിവുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ അറിവുകളുള്ള ഒരു അമ്മൂമ്മയാണ് ഇതേ ഈ മുമ്പിൽ നടന്നു പോകണം കേട്ടോ. दादी नमस्ते दादी। बेटा नमस्ते दादी। मैं हाँ आपके हाथ में टैटू है, इसको क्या बोलते हैं? लीला। लीला है हाथ पे? अभी दिखे इधर भी जा बेटा बा उतई रहता नानी गाड़ी उड़ी छिर रही है उतई रह अच्छा ഇവിടെ കയ്യിലൊരു ടാറ്റു ഉണ്ട് കേട്ടോ. ഇവിടെ ये क्या किसका टैटू है? जाका बना है नानी का। जा तुम ना जान पाए, जग ना जान पाए। फूल क्या है ना? हाँ राता रानी को पेड़ है। राता रानी हाँ राता रानी को पेड़ है। हाँ जा अच्छा हाँ तही मारे जी बैठी हैं जी। हाँ जी सब बैठी। अच्छा राता रानी को पेड़ है। अच्छा चिड़ै बैठी। मैं जवान रहा बेटा तही मैं ना बनवात रहा। हाँ आप कितने साल के थे? तो मैं खूब है कितना वर्ष को रहा बना कईयो वर्ष ही गए। पहले तो मैं जवान रहा। हाँ जवान रहा। मेरे फराई ना भय रहे तब की है जरा रानी को पेड़ है। क्या बोल रहा है? ये मैं जवान थी तब बनाया था ये वाला टैटू। जब मैं जवान ये क्यों करता था टैटू पूछ सकता है? टैटू का है गुदवात है बाबू मैं गजब बीमार पड़ो। गजब बीमार पड़ो खानून कुछ ना खाऊं तो सासु कही कि जा मुरही तुरही है जाके रानी को पेड़ उठाए हाथ पकड़ के लाई के मुँह के गुजना ठोना बैठाए कही ले मेरी बहू को दे रानी को पेड़ तब वो दही है। हाँ मैं तो अच्छो ही ना रहा मैं तो मरन रहा तभी कहीं और मेरा कोई नहीं है न भैया न बंद कोई नहीं है न अजन दौगा है। हाँ एक बहनिया सिर्फ और एक मैं बहनिया गिर गई मठैया वो गिर गई मैं हूँ। अब मैं आज कल मुँह जाने वाले अब जद्दा थोड़ू रहे हो बाबू बूढ़ी पड़ गयो। हाँ ऐसी हालत है। राता रानी मतलब एक तरह का फूल है। अच्छा जब पेड़ है तब जब कोई ना जानता जब बता दे दिखाई दे मैं दिखाई देता हूँ। ले मैं तो जानता हूँ ना पढ़ो हो ना लिखो हो मुरही तरह आता है मैं ना जा पाऊंगा कहीं। धन्यवाद बेटा सदा तो मेरी गोद भरी रहा है। हाँ तुमसे भरी रहा है। आपको दुआ दे रही हाँ धन्यवाद दादी थैंक यू। हाँ खाइए उम्र भर खाइए अच्छे रहिए मेरी गोदी भरी रहा। हाँ सदा तुम देखत था मेरा नाव चला गया। बेटा नानी चलता ആ എന്ത് നല്ല അമ്മൂമ്മയല്ലേ. ഭയങ്കര രസമാണ് കേട്ടോ. അവരെ കാണാനും രസമാണ്, അതിൻ്റെ വർത്തമാനവും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് റാണ ഥാരൂരിലത്തെ ആൾക്കാരുടെ ടാറ്റുവിൻ്റെ ഇത് കേട്ടോ. ഇപ്പോഴത്തെ സ്ത്രീകളിലൊന്നും ഇതേപോലത്തെ ടാറ്റുകൾ കാണില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അന്യം നിന്ന് പോയ ഒരു ടാറ്റു ഡിസൈൻസൊക്കെയാണ്. അപ്പോൾ എല്ലാം ഒരു സിമിലർ കൈൻഡ് ഓഫ് ഡിസൈനാണ്. ഈ പയ്യൻ്റെ അമ്മൂമ്മയെ കണ്ടില്ലേ നേരത്തെ അവിടെ ഖേത്തിൽ പോയപ്പോൾ കണ്ടില്ലേ, അതാണ് ശരിക്കും ഈ റാണ ഥാരൂർ ടാറ്റുവിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ സാധനം. പിന്നെ ശരിക്കും അത് കുറേ ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പക്ഷേ ഇവരിലൊക്കെ കുറച്ചേ ഉള്ളൂ. ഈ പയ്യൻ അറിയുന്ന 3 പേരെ എന്നെ കൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാനത് കാണാനേ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞാൻ ഇന്നൊരു ദിവസം കൂടി ഇവിടെ നിൽക്കുകയാണ്. ഇന്ന് പോകാമെന്നാണ് വിചാരിച്ചത് ഇവിടെ നിന്ന്. പക്ഷേ ഇന്നൊരു ദിവസം എനിക്ക് ഇഷ്ടമായി സ്ഥലം. അപ്പോൾ ഇന്നൊരു ദിവസം അവിടെ നിന്ന് കുറച്ചും കൂടി ഈ സ്ഥലത്തിന് നിന്നറിഞ്ഞ് നാളെ രാവിലെ ഇവിടെ നിന്ന് വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. അമൻ ബൈ ബോൾസിട്ടെ ബൈ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പോട്ടെ, എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പോട്ടെ ഞാൻ പോട്ടെ എവിടെ ഇരുന്നാൽ ശരിയാവുമോ?
ഇരിക്കാം ഇരിക്കാം ഇരിക്കാം. ഇരുന്നു 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 ഇല്ല 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 ഇരുന്നു 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 സെറ്റ്. ഇവിടെ നോക്ക്. ഇരുന്നു ഇരുന്നു.